ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ്, അതായത് വിമറാൾ. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, വിമറാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, വിമറാൾ എന്തിനുള്ള മരുന്നാണ് എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. വിമറാളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിമറാൾ ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മരുന്നല്ല എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. വിമറാളിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ചാനലിൻ്റെ പേര് തന്നെയാണ് ആ പേജിനുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കയറി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് വിമറാൾ എന്നുള്ളതിലേക്ക് വരാം. വിമറാൾ എന്ന് പറയുന്നത് വിർബാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഈ വിമറാളിൽ തന്നെ അവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ആൻറ്റി സ്ട്രെസ് ഫീഡ് സപ്ലിമെൻറ്റ് എന്നാണ്. അതായത് കോഴികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്, ക്ഷീണം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിറ്റാമിൻ സപ്ലിമെൻ്റാണ് ഈ വിമറാൾ എന്ന് പറയുന്നത്. കുറേ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മരുന്നാണ് എന്നുള്ളതാണ്. മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് വിമറാൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പലരും പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്ന് ആയിട്ട് വിമറാളിനെ ഒരിക്കലും കണക്കാക്കരുത്. ഇത് ഒരു ഫുഡ് സപ്ലിമെൻ്റാണ്, വിറ്റാമിൻ സപ്ലിമെൻ്റാണ്. യാത്രയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന കോഴികൾ, ഇപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ യാത്രയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന കോഴികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനൊക്കെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ചൂട് മാറി മഴ പെയ്യുന്നു, അല്ലെങ്കിൽ മഴ മാറി ചൂട് വരുന്നു, വെയിൽ വരുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കോഴികളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ കോഴികൾക്ക് ക്ഷീണം അനുഭവപ്പെടാം, അവർക്ക് സ്ട്രെസ് അനുഭവപ്പെടാം. ഈ സമയത്തൊക്കെ നമുക്ക് വിമറാൾ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് അത് ഒരുപാട് ഗുണകരമാണ്. വിമറാളിൽ 4 കൂടുതൽ വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇത് കൊടുക്കേണ്ട അളവ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കോഴികൾക്ക് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിന് കൊടുക്കേണ്ട അളവ് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ്. ഒരിക്കലും ഡയറക്റ്റായിട്ട് കൊടുക്കരുത്. ഡയറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ ആ കോഴികൾ ഉണ്ടാവില്ല. ഓക്കെ. ഇത് പിന്നെ വേറൊരു സുഹൃത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, ഞാൻ ഫുഡിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കാറ്, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഫുഡിൽ മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള അധികം ആളുകളും കൊടുക്കുന്ന കമ്പനി തീറ്റയായിരിക്കും. ഈ കമ്പനി തീറ്റയിൽ ഇപ്പോൾ ഇത് 5 ml കോഴികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 5 ml എടുത്തിട്ട് ഈ ഫുഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒഴിക്കുന്ന ഭാഗത്ത് മാത്രമേ ഈ സപ്ലിമെൻ്റ് എത്തുള്ളൂ. എത്ര മിക്സ് ആക്കിയാലും അത് മുഴുവൻ ആവില്ല. അത് കോഴികൾ കഴിച്ചാൽ ചില കോഴികൾക്ക് കിട്ടും, ചില കോഴികൾക്ക് കിട്ടില്ല. ഇത് വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ അളവ് കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഒരു 1.5 മാസം പ്രായം ആവുന്നത് വരെയുള്ള കോഴികൾക്ക് നമുക്ക് 100 കോഴികൾക്ക് 5 ml ആണ് അതിൻ്റെ കണക്ക്. 1.5 മാസത്തിനുള്ളിലുള്ള കോഴികൾക്ക് 100 കോഴികളുടെ കണക്കാണ് കേട്ടോ. 100 കോഴികൾക്ക് 5 ml. അത് ഒരു ദിവസം കുടിക്കുന്ന വെള്ളം എത്രയാണോ അത്രയും വെള്ളത്തിൽ ഈ 5 ml കലക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അല്ലാതെ 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ, 4 ലിറ്റർ അങ്ങനെയല്ല. ഒരു ദിവസം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ എത്ര വെള്ളം ഈ കോഴി കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടോ അത്രയും വെള്ളത്തിൽ ഈ 5 ml മിക്സ് ചെയ്തിട്ട് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവർ രാവിലെ മുതൽ ഇത് കുടിച്ചു തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളം മുഴുവൻ തീരും. അതോടൊപ്പം തന്നെ ഈ മരുന്നല്ല, ഈ സപ്ലിമെൻ്റ് വിമറാളും കൂടെ കോഴികളുടെ ഉള്ളിലേക്ക് എത്തും. അങ്ങനെ അവർക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു അളവ് വെച്ചിട്ട് ഇവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലിറ്റർ വെള്ളം കോഴികൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ 1 ലിറ്ററിൽ ഇത് മിക്സ് ചെയ്ത് 1 ലിറ്റർ മിക്സ് ചെയ്യാതെ വെച്ചു എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാത്ത വെള്ളം കുടിക്കുന്ന കോഴികൾ ചിലപ്പോൾ ഇത് വന്ന് കുടിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കും. അത് ചില കോഴികൾക്ക് മാത്രം അത് കിട്ടും, മറ്റുള്ള കോഴികൾക്ക് അത് കിട്ടാതെ വരും. അതിനാണ് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നു അത്രയും വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്.
പിന്നെ ഈ 45 ദിവസം കഴിഞ്ഞിട്ടുള്ള കോഴികൾക്ക് 45 ദിവസം അല്ലെങ്കിൽ ഒരു 2 മാസം വരെ ഇങ്ങനെ 5 ml കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 മാസം മുതൽ ഒരു മുട്ടയിടുന്ന പ്രായം ആവുന്നതിന് മുമ്പ് വരെ ഒരു 4.5 മാസം 5 മാസം ആവുന്നത് വരെ 7 ml ആണ് കമ്പനി പറയുന്ന കണക്ക്. ഈ വിർബാക്ക് എന്ന് പറയുന്ന കമ്പനി അതിൽ എഴുതി വെച്ചിരിക്കുന്നത് 7 ml കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ദിവസം എത്രയാണോ കോഴികൾ വെള്ളം കുടിക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക 7 ml. അതിനുശേഷം മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾക്ക് അല്ലെങ്കിൽ 5 മാസത്തിന് മുകളിലുള്ള കോഴികൾക്ക് 10 ml വീതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതും ഒരു ദിവസം ആ കോഴികൾ കുടിച്ച് തീർക്കുന്ന വെള്ളം എത്രയാണോ അത്രയും വെള്ളത്തിൽ 10 ml മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുക. പിന്നെ ഇത് എല്ലാത്തരം കോഴികൾക്കും കൊടുക്കണോ എന്നുള്ള ചോദ്യം അടുത്തത് വരുന്നത്. അതായത് ഞാൻ കുറച്ച് കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുന്നുണ്ട്, കുറച്ച് കോഴികളെ കേജിൽ വളർത്തുന്നുണ്ട്, കുറച്ച് കോഴികളെ ടെറസിന് മുകളിലാണ് അഴിച്ചുവിട്ട് വളർത്തുന്നത് എന്ന് ചോദിച്ച് ഇതിൽ എല്ലാ കോഴികളും കൊടുക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾ പുറത്ത് പോയിട്ട് പച്ചിലുകളും അവർ ഈ പറയുന്ന പോലെയുള്ള ഇലകൾ, പനിക്കൂർക്ക, തുളസി പോലുള്ള ഇലകളൊക്കെ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിമ്രാൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കോഴികൾക്ക് വേണ്ട എല്ലാ വിറ്റാമിനുകളും നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട്. അത് കോഴികൾക്ക് അറിയാം. കോഴികൾ അത് ഭക്ഷിച്ചിട്ട് ആ വിറ്റാമിനുകളൊക്കെ അവർ സ്വയം കണ്ടെത്തി കഴിക്കും. അതുപോലെ അത് തന്നെയാണ് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം. നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന, അതായത് തുറന്ന് വിട്ട് വളർത്താതെ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്കാണ് പ്രധാനമായിട്ടും വിമ്രാൾ പോലെയുള്ള മറ്റ് സപ്ലിമെൻറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. കാരണം അവർക്ക് തീറ്റയിൽ എന്താണോ അടങ്ങിയിട്ടുള്ളത് അത് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വേണ്ട വിറ്റാമിനുകളോ കാൽസ്യമോ അങ്ങനെയൊന്നും അവർക്ക് എക്സ്ട്രാ ലഭ്യമാകുന്നില്ല. നമ്മൾ നാടൻ കോഴികൾ കൊത്തി തിന്നുന്നത് പോലെ അവർക്ക് ലഭ്യമാകുന്നില്ല. അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് വിമ്രാൾ പോലുള്ള സപ്ലിമെൻറ്റുകൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇത് കൊടുക്കേണ്ടത് ഡെയിലി കൊടുക്കുക എന്നുള്ളതല്ല. ഇത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ഡെയിലി ഇത് വിമ്രാൾ കൊടുക്കാറുണ്ടെന്ന്. അങ്ങനെ ഡെയിലി ഒന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. വിമ്രാൾ ഫുഡ് സപ്ലിമെൻറ്റുകൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഡെയിലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നോട് ഇവിടുത്തെ ഒരു ഡോക്ടർ, ഞാനിവിടെ മൃഗാശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞത്, കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് മാസത്തിൽ 3-4 തവണയാണ് വിമ്രാൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. അതേപോലെ അഴിച്ചുവിട്ട് വളർത്തുന്നവർക്ക് കൊടുക്കേ വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പനിക്കൂർക്ക, തുളസി, പിന്നെ പപ്പായയുടെ ഇലയൊക്കെ വിമ്രാളിന് പകരം വെക്കാവുന്ന നമ്മുടെ നാടൻ മരുന്നുകളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ പേരയുടെ ഇലയൊക്കെ, പേരയുടെയൊക്കെ മൂത്തല്ല, നല്ല തളിര് ഇലയൊക്കെ കോഴികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഫുഡ് സപ്ലിമെൻറ്റുകളൊന്നും കോഴികൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ അടച്ചുവിട്ട് വളർത്തുന്ന ഈ വിവിധ പോലുള്ള കോഴികൾക്കും ഇതുപോലെ ഈ പറഞ്ഞ ഇലകളൊക്കെ പീസാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വിമ്രാൾ കൊടുക്കുന്നതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഇപ്പോൾ മാസത്തിൽ 4 തവണ വിമ്രാൾ കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ ഇലകൾ കൊടുക്കുകയാണെങ്കിൽ 2 തവണയോ 1 തവണയൊക്കെ കൊടുത്താൽ മതിയാവും. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര വിലയാണ്. ഇപ്പോൾ 100 ml ഒരു ബോട്ടിലിന് 100 രൂപയാണ് വില. അതായത് 1 ലിറ്ററിന് 1000 രൂപയാണ് വില. 30 ml 60 ml അങ്ങനെയുള്ള ചെറിയ ബോട്ടിലൊക്കെ കിട്ടും. 30 ml ഒരു ബോട്ടിൽ 30 രൂപ, 60 ml 60 രൂപ. അങ്ങനെ വില കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഇലകൾ കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ അഴിച്ചുവിട്ട് വളർത്തുക എന്ന പേരിൽ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ടെറസിന് മുകളിൽ കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അവർക്കും ഇത് കൊടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. അഴിച്ചുവിട്ട് വളർത്തുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ടെറസിന് മുകളിൽ ഓപ്പണായ സ്ഥലത്ത് അഴിച്ചുവിട്ട് വളർത്തിയതുകൊണ്ട് കോഴികൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവരൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നൊന്ന് ശരീരം ഒന്ന് ഇളകി സെറ്റാവുന്നല്ലാതെ മറ്റ് ഔഷധ ഗുണമുള്ള ചെടികൾ തിന്നാനൊന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ താഴെ 1-2 സെന്റിൽ വലയൊക്കെ തിരിച്ച് അവിടെ ഒരു 100, 50, 150 കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഴിച്ചുവിട്ട് വളർത്തലായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഒരുപാട് സ്ഥലത്ത് കോഴികൾ ചിക്കി ചകഞ്ഞ് കീടങ്ങളെയൊക്കെ തിന്ന് ഇലകളൊക്കെ തിന്ന് അങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല ടെറസിന് മുകളിലോ അല്ലെങ്കിൽ 2 സെന്റ് സ്ഥലത്ത് വല കെട്ടി അഴിച്ചുവിട്ട് വളർത്തുക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ വളർത്തുന്ന കോഴികൾക്കും ഇതുപോലുള്ള ഫുഡ് സപ്ലിമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ വിമ്രാളിനെ കുറിച്ച് അല്ലെങ്കിൽ
വിമറാള് എന്തിനാണ് കൊടുക്കുന്നത്, എന്തിന് മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ആളുകളുടെ സംശയങ്ങൾക്കൊക്കെ ചെറിയ ഒരു പരിഹാരമായി, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ബൈ.